കോഴിക്കോട് നിന്നുള്ള വാർത്ത. മെഡിക്കൽ കോളേജിനെതിരെ ഗുരുതര ആരോപണമാണ് ഇന്ന് ഉയർന്നത്. കൈവിരലിന്റെ ശസ്ത്രക്രിയയ്ക്ക് എത്തിയ 4 വയസ്സുകാരിക്ക് ശസ്ത്രക്രിയ നടത്തിയത് നാവിൽ. ഇതുമായി ബന്ധപ്പെട്ട പ്രതിഷേധമാണ് അവിടെ നടക്കുന്നതും. തത്സമയ ദൃശ്യങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇതാണ് കാരണം അതിനുള്ള റിപ്പോർട്ട് ആ ഡോക്ടറുടെ മറുപടി ഉണ്ട്. വീഴ്ച സംഭവിച്ചു എന്ന്. അങ്ങനെ വീഴ്ച സംഭവിച്ചു എന്ന് ഡോക്ടർ തന്നെ സംഭവിക്കുമ്പോ എന്തിന് കാത്തു നിൽക്കുന്നു? ഇതാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. അതുകൊണ്ട് അറസ്റ്റ് കൊണ്ട് ഭീഷണി കൊണ്ടും ഞങ്ങൾ പിന്നോട്ട് പോകുന്നവരല്ല. നമ്മൾ തത്സമയ ദൃശ്യങ്ങൾ കാണുന്നുണ്ട്. ഈ പ്രതിഷേധിച്ചവരെയാണോ കസ്റ്റഡിയിൽ എടുക്കുന്നത്? അവയവം മാറി ശസ്ത്രക്രിയ നടത്തിയതിൽ ശക്തമായ പ്രതിഷേധമാണ് കോഴിക്കോട് അരങ്ങേറുന്നത്. എന്തായാലും പോലീസിൽ പരാതി നൽകാൻ കൂടി കുട്ടിയുടെ ബന്ധുക്കൾ തീരുമാനിച്ചിട്ടുണ്ട്. ഈ ഒരു വിവരമാണ് ഈ മണിക്കൂറിൽ പുറത്തു വരുന്നത്. കാരണം നേരത്തെ ആശുപത്രിയിൽ മെഡിക്കൽ കോളേജ് അധികൃതർക്കായിരുന്നു പരാതി നൽകിയിരുന്നത് ബന്ധുക്കൾ. ഇത് പരിശോധിക്കുമെന്നായിരുന്നു അവരുടെ വാക്ക്. സൂപ്രണ്ട് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണമൊക്കെ പ്രഖ്യാപിക്കാൻ പോവുകയാണ് എന്നും നേരത്തെ പറഞ്ഞിരുന്നു. പക്ഷേ ഡോക്ടർ മാപ്പ് പറഞ്ഞ വിഷയത്തിലും ഇതുവരെ മെഡിക്കൽ കോളേജിൽ നിന്നും യാതൊരു നീക്കവും നടക്കാത്തതിൽ പോലീസിൽ കൂടി പരാതിപ്പെടാനാണ് ബന്ധുക്കളുടെ നീക്കം. ദിസ്ന, കേൾക്കാമെങ്കിൽ പ്രതിഷേധിച്ചവരെ നീക്കം ചെയ്യുകയാണോ? പോലീസിന്റെ നടപടി എന്താണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ? രീതിയിലുള്ളൊരു പ്രതിഷേധമായിരുന്നു ആശുപത്രിക്ക് മുൻപിൽ മണിക്കൂറുകളായി പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്നത്. നമുക്കറിയാം, ഹർഷിനയുടെ അടക്കമുള്ള ചികിത്സാ പിഴവിന്റെ സംഭവം ഒക്കെ തന്നെയും കോഴിക്കോട് മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം. അടുത്ത ദിവസം ഹർഷിനയ്ക്ക് അടക്കം വീണ്ടും ശസ്ത്രക്രിയ വേണ്ട ഒരു സാഹചര്യമാണുള്ളത്. ഇപ്പോൾ പ്രവർത്തകരെ പോലീസ് വാഹനത്തിൽ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്ന ദൃശ്യങ്ങളാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഇന്ന് രാവിലെയാണ് 4 വയസ്സുള്ള ഈ കുട്ടി ശസ്ത്രക്രിയക്കായി 6 വിരലുകളുണ്ട് ഈ കുട്ടി ശസ്ത്രക്രിയക്കായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തുന്നത്. തുടർന്ന് ആശുപത്രി അധികൃതർ ശസ്ത്രക്രിയക്ക് കുട്ടിയെ വിധേയമാക്കുന്നു. തിരിച്ചു വരുമ്പോൾ കുട്ടിയുടെ നാവിനടിയിൽ പഞ്ഞി വെച്ചാണ് കുട്ടി തിരിച്ചു വരുന്നത്. അപ്പോൾ കൂടെയുണ്ടായിരുന്ന കുടുംബത്തിലെ ബന്ധുക്കൾ ചോദിക്കുന്നു, കുട്ടിയുടെ വിരലിനാണ് ശസ്ത്രക്രിയ ചെയ്യേണ്ടത്, പിന്നെ എന്തിനാണ് നാവിനടിയിൽ പഞ്ഞി വെച്ചുകൊണ്ട് കുട്ടി വന്നത് എന്നൊരു കാര്യമാണ് പ്രധാനമായും ചോദിച്ചിരുന്നത്. ഈ സാഹചര്യത്തിലാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് കുട്ടിയുടെ വിരലിനായിരുന്നു ശസ്ത്രക്രിയ നടത്തേണ്ടത്, എന്നാൽ നാവിന് ശസ്ത്രക്രിയ നടത്തിയ എന്നൊരു കാര്യം അറിയുന്നത് തുടർന്ന് കുട്ടിയെ തിരിച്ച് ആശുപത്രിയിലേക്ക് അല്ലെങ്കിൽ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കുടുംബം ഇത് ചോദ്യം ചെയ്തപ്പോൾ അവർ പറഞ്ഞത്, നമ്മൾക്ക് അബദ്ധം പറ്റി, ഡോക്ടർ പറഞ്ഞത് ഒരു കയ്യബദ്ധം പറ്റിയിരുന്നു എന്നൊരു കാര്യമാണ്. പക്ഷേ ഡോക്ടറുടെ ഭാഗത്തു നിന്നുള്ള ഒരു വിശദീകരണം എന്ന് പറയുന്നത് നാവിന്റെ അടിയിൽ കുട്ടിക്ക് ഒരു കെട്ടുണ്ടായിരുന്നു, ഈ കെട്ട് നീക്കം ചെയ്യുകയാണ്. ഇത് ഭാവിയിൽ പിന്നീട് കുട്ടിക്ക് സംസാരത്തിന് പ്രശ്നമുണ്ടാവാൻ സാധ്യതയുണ്ട്, അതുകൊണ്ടാണ് അത്തരത്തിൽ ഒരു ശസ്ത്രക്രിയയാണ് നടത്തിയത്. ബന്ധുക്കളുടെ സമ്മതമില്ലാതെ ഈ ടങ് ടൈ എന്ന പേരിൽ കൂടിയും എങ്ങനെ ശസ്ത്രക്രിയ നടത്താൻ ആ ഡോക്ടറിനായി എന്നുള്ളതാണ് ആ ഡോക്ടർ ബന്ധുക്കൾക്ക് നൽകിയ വിശദീകരണം നമ്മൾ ഇപ്പോൾ കാണുന്നുണ്ട്. വിശദീകരണം പുറത്തായിട്ടുണ്ട്. എന്നാൽ ഈ പിഴവ് സംബന്ധിച്ചത് ഡോക്ടർ സമ്മതിച്ചു, പക്ഷേ ആശുപത്രി അധികൃതരാണ് ഇത് ഇനിയും വിശദീകരിക്കാൻ തയ്യാറാവാത്തത്. തീർച്ചയായും മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിനോട് ഈ വിവരം തിരക്കിയപ്പോൾ അത്തരത്തിൽ കുട്ടിയുടെ നാവിന് മുൻപ് പ്രശ്നമുണ്ടായിരുന്നതായി കണ്ടെത്തിയിട്ടുള്ള ഒരു കാര്യം പരിശോധിക്കണം എന്നത് തന്നെയാണ് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് പറഞ്ഞിരിക്കുന്നത്. ഇത്തരത്തിലൊരു പ്രശ്നമുണ്ടെങ്കിൽ അതിന് തക്കതായ അന്വേഷണം ഉണ്ടായിരിക്കും എന്നൊരു കാര്യമാണ് സൂപ്രണ്ടിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. അതിന് സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു 4 വയസ്സുകാരി കുട്ടിയെ ശസ്ത്രക്രിയക്ക് വിധേയമാക്കുന്നു, അതും വിരലിന്റെ ശസ്ത്രക്രിയ. തുടർന്ന് നാവിന് ശസ്ത്രക്രിയ ചെയ്യുന്ന ഒരു സാഹചര്യം, അതും
കുട്ടിയുടെ ബന്ധുക്കളുടെ പോലെ നമുക്കറിയാം ഒരു പ്രിസ്ക്രിപ്ഷൻ ഉണ്ടായിരിക്കും. എന്നിട്ട് പോലും ഈ പ്രിസ്ക്രിപ്ഷനിൽ എവിടെയാണ് ശസ്ത്രക്രിയ ചെയ്യേണ്ടത് എന്ന് പോലും പരിശോധിക്കാതെ കുട്ടിയെ ശസ്ത്രക്രിയക്ക് വിധേയമാക്കുന്ന ഒരു സാഹചര്യം, ഇതൊക്കെ തന്നെയും ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്തൊരു കാര്യമാണെന്ന് കുടുംബം പറയുന്നു. കുട്ടിയുടെ ഉമ്മ നേരത്തെ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നത് കുട്ടിക്ക് നേരത്തെ യാതൊരു തരത്തിലുള്ള സംസാര പ്രശ്നവും ഒന്നും തന്നെ തന്റെ കുട്ടിക്കുണ്ടായിരുന്നില്ല. ഭാവിയിൽ കുട്ടിക്ക് ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ എന്നൊരു ആശങ്ക തങ്ങൾക്കുണ്ട് എന്നൊരു കാര്യം തന്നെയാണ് കുട്ടിയുടെ കുടുംബം അല്ലെങ്കിൽ ബന്ധുക്കൾ വ്യക്തമാക്കുന്നതാണോ. ഇത്തരത്തിൽ ഹർഷിനിയുടെ സംഭവം ഒക്കെ തന്നെയും ഏറെ വിവാദമായ ഒരു പ്രശ്നമാണ്. ശസ്ത്രക്രിയക്കിടയിൽ വയറ്റിൽ കത്രിക കുടുങ്ങുന്ന ഒരു സംഭവം ഉണ്ടായി. തുടർന്ന് ഹർഷിന എല്ലാ തരത്തിലുള്ള സമരങ്ങളും നടത്തുന്ന ഒരു സാഹചര്യം ഒക്കെ തന്നെയും നമ്മൾ കണ്ടിരുന്നതാണ്. ഇപ്പോഴിതാ വീണ്ടും കോഴിക്കോട് മെഡിക്കൽ കോളേജിനെതിരെ വീണ്ടും ഒരു ശസ്ത്രക്രിയ പിഴവ് ഉണ്ടായിരിക്കുകയാണ്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ മണിക്കൂറുകളോളം ആശുപത്രിക്ക് മുന്നിൽ സമരമുണ്ടായിരുന്നു. ഈ സമരമാണ് ഇപ്പോൾ പോലീസിന്റെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ സമരം ചെയ്ത പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യമാണ് ഉണ്ടായത്. എന്തായാലും സംഭവത്തിൽ ആരോഗ്യമന്ത്രിയുടെ അടക്കം ഇടപെടൽ വേണമെന്നൊരു കാര്യമാണ് സമരസമിതി അടക്കം പറഞ്ഞിരിക്കുന്നത്. ഇവരുടെ ആവശ്യം എന്ന് പറയുന്നത് ഇത്തരത്തിൽ എന്ത് വിശ്വസിച്ചാണ് ആളുകൾ മെഡിക്കൽ കോളേജിലേക്ക് വരിക, സാധാരണക്കാരായ ആളുകൾ ആശ്രയിക്കുന്ന ആശുപത്രി, ഈ ആശുപത്രിയിൽ നിരന്തരമായി ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു. ഈ പ്രശ്നങ്ങൾക്കെതിരെ വലിയൊരു രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് ഉയർന്നു വരുന്നത്. അനു, മൈനർ ടങ് ടൈ എന്നാണല്ലോ അതിൽ ഡോക്ടർ വിശദീകരണ കുറിപ്പായിട്ട് എഴുതിയിരിക്കുന്നതും. അങ്ങനെയുള്ളിടത്ത് ശസ്ത്രക്രിയ അനിവാര്യമായൊരു സാഹചര്യം പോലുമില്ല. എന്നിട്ടും യാതൊരു മുന്നറിയിപ്പും ഇല്ലാതെ ഈ നവവുമായി ബന്ധപ്പെട്ട യാതൊരു പരിശോധനയും നടത്താതെ ഇങ്ങനെ അലംഭാവം കാണിച്ചതിൽ വിശദീകരണത്തിൽ മാത്രം ഒതുങ്ങുന്നതുമല്ലല്ലോ ദിസ്ന. ഈ ബന്ധുക്കൾ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം അത് ഇവർ പരിശോധിച്ച് മതിയാകൂ എന്നാണ് പ്രഥമ ദൃഷ്ട്യാ മനസ്സിലാക്കുന്നതും ആരോഗ്യ വിദഗ്ധരും മറ്റുള്ളവരും ഒക്കെ പറയുന്ന അപ്രകാരം തന്നെയാണ്. ഈ കുട്ടിക്ക് നാവിന് പ്രശ്നം ഉണ്ടായിരുന്നില്ല എന്ന് ബന്ധുക്കൾ ആവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. തീർച്ചയായും അനു സൂചിപ്പിച്ചതുപോലെ തന്നെ കുട്ടിയെ പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ നാവിനെ പഞ്ഞി വെച്ചാണ് കുട്ടിയെ പുറത്തേക്ക് കൊണ്ടുവരുന്നത്. ആ സാഹചര്യത്തിലാണ് കൂടെ ഉണ്ടായിരുന്ന ബന്ധുക്കൾ കൈവിരലിനാണ് ശസ്ത്രക്രിയ ചെയ്യേണ്ടത്, എന്തിനാണ് ഈ നാവിന് പഞ്ഞി വെച്ചിരിക്കുന്നത് എന്നൊരു കാര്യം ചോദിക്കുകയുണ്ടായി. തുടർന്ന് അതായത് ഈ കൊണ്ടുവന്ന നഴ്സുമാരടക്കം തിരിച്ചു കുട്ടിയെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് തിരിച്ചു കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായതെന്ന് ബന്ധുക്കൾ പറയുന്നു. പിന്നീട് ഡോക്ടറോട് ഈ സംഭവത്തിന്റെ വിശദീകരണം ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞൊരു വിചിത്രവാദം എന്ന് പറയുന്നത് കുട്ടിയുടെ നാവിനടിയിൽ ഒരു കെട്ടുണ്ടായിരുന്നു. ഈ കെട്ട് ഭാവിയിൽ കുട്ടിക്ക് സംസാരശേഷിക്ക് പ്രശ്നമുണ്ടാവും, അത് നീക്കം ചെയ്തത് മാത്രമാണ്. പക്ഷേ തനിക്ക് അത്തരത്തിലൊരു കയ്യബദ്ധം പറ്റി, വിരലിനായിരുന്നു ശസ്ത്രക്രിയ ചെയ്യേണ്ടത് എന്നൊരു കാര്യമാണ് പറയുന്നത്. പക്ഷെ അതിനെ ന്യായീകരിക്കുവാൻ വേണ്ടി ഡോക്ടർ പറഞ്ഞത് ഒരു വിചിത്രവാദം തന്നെയാണ്. പോലീസിൽ പരാതി നൽകാനാണ് കുടുംബത്തിന്റെ നീക്കമെന്ന് മനസ്സിലാക്കുന്നു. തീർച്ചയായും അനു സൂചിപ്പിച്ചതുപോലെ തന്നെ കുടുംബം മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിന് പരാതി നൽകിയിട്ടുണ്ട്. ഈ പരാതിയിൽ പ്രധാനമായും പറയുന്നത് കുട്ടിക്ക് ഇത്തരത്തിൽ നാവിനൊരു പ്രശ്നം മുന്നേ ഉണ്ടായിരുന്നില്ല, കുട്ടിയുടെ സംസാരത്തിന് ഇത്തരത്തിലൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഭാവിയിൽ ഈ ശസ്ത്രക്രിയ അല്ലെങ്കിൽ കുട്ടിയുടെ നാവിന്റെ അടിയിൽ ചെയ്ത ഈ ശസ്ത്രക്രിയ കുട്ടിയുടെ സംസാര ശേഷിക്ക് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നം ഉണ്ടായാൽ ആശുപത്രി അധികൃതർ ഏറ്റെടുക്കുമോ എന്നൊരു ചോദ്യമാണ് കുടുംബം ഉന്നയിക്കുന്നത്. ഇത്തരത്തിൽ ഒരു പരാതിയാണ് നൽകിയിരിക്കുന്നത്. ഈ പരാതിയിൽ ഉടൻ നടപടി ഉണ്ടാകണം, ഡോക്ടറെ സസ്പെൻഡ് ചെയ്യണം തുടങ്ങിയ ആവശ്യങ്ങളാണ് കുടുംബാംഗങ്ങൾ ഉന്നയിച്ചിട്ടുള്ളത്. എന്തായാലും അനു ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായപ്പോൾ ബന്ധുക്കൾ ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത് കുട്ടിക്ക് നാവിന് ഭാവിയിൽ അല്ലെങ്കിൽ സംസാര ശേഷിക്ക് ഭാവിയിൽ പ്രശ്നം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്, അത്തരത്തിലൊരു ശസ്ത്രക്രിയ മാത്രമാണ് നിലവിൽ താൻ ചെയ്തിട്ടുള്ളത്. പക്ഷേ തനിക്ക് അബദ്ധം പറ്റിയെന്നൊരു കാര്യം ഡോക്ടറും സമ്മതിച്ചിട്ടുണ്ട്. എന്തായാലും ഇതിൽ ആരോഗ്യമന്ത്രി അടക്കമുള്ള ആളുകളുടെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്നതാണ് നമുക്ക് നേരത്തെ സൂചിപ്പിച്ച വാർത്തയിൽ നിന്നൊക്കെ അറിയാൻ സാധിച്ചത്. പക്ഷെ അത്തരത്തിൽ ഹർഷിനിയുടെ സംഭവത്തിലും ആരോഗ്യമന്ത്രിയുടെ ഒക്കെ തന്നെയും ഇടപെടൽ ഉണ്ടായിരുന്നു. എന്നിട്ടും നീതിക്ക് വേണ്ടി ഹർഷിനിക്ക് പോരാടേണ്ടി വന്നു. എന്നിട്ടും ഹർഷിനിയുടെ പോരാട്ടം അവസാനിച്ചിട്ടില്ല എന്ന കാര്യവും നമുക്കറിയാം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും ധനസമാഹരണത്തിന് വേണ്ടി ഹർഷിന തെരുവിലിറങ്ങിയ സംഭവം ഒക്കെ തന്നെയും നമുക്ക് അറിയാവുന്നതാണോ. അത്തരത്തിൽ സാധാരണക്കാർ ആശ്രയിക്കുന്ന കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നിരന്തരമായി ഉണ്ടാവുന്നു. ഇതിനെതിരെ വലിയൊരു വ്യാപകമായ പ്രതിഷേധമാണ് ഉയർന്നു വരുന്നത്.
വരുന്നത്. ആളുകളുടെ ഭാഗത്തു നിന്നൊക്കെ ഉയർന്നു വരുന്ന ചോദ്യം എന്ന് പറയുന്നത് എത്തരത്തിലാണ് ഇങ്ങനെ വിശ്വസിച്ച് ഈ ആശുപത്രിയിലേക്ക് വരിക എന്നൊരു ചോദ്യമാണ് ഉയർന്നു വരുന്നത്. എന്തായാലും വലിയൊരു രീതിയിലുള്ള അനാസ്ഥ തന്നെയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിനെതിരെ ഉയർന്നു വരുന്നത്. ഈ സംഭവത്തിൽ നടപടി ഉണ്ടായില്ലെങ്കിൽ വലിയൊരു രീതിയിലുള്ള പ്രത്യക്ഷ സമരമായിരിക്കും നടക്കുക എന്നൊരു കാര്യമാണ് സമരസമിതി അംഗങ്ങൾ പ്രതികൂട്ടിലാവുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജും അവിടെയുള്ള അധികൃതരുമാണ് വീണ്ടും അവയവം മാറ്റി ശസ്ത്രക്രിയ എന്ന ആരോപണമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിന് നേരെ ഉയരുന്നത്.